തിരുനക്കര പൂരത്തിന് കിഴക്കേ ഗോപുരവാതിൽ കടന്നു വരുന്ന പാമ്പാടി സുന്ദരൻ എന്ന് പറഞ്ഞ ഗജകേസരിയാണ് കേട്ടോ. എല്ലാവരും ഇവൻ്റെ വരവും പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വന്ന സമയത്ത് തന്നെ ഒരു അഭിവാദ്യം എല്ലാവർക്കും അവൻ അർപ്പിച്ചു. എന്നിട്ടാണെന്ന് മുന്നോട്ട് കയറി നിൽക്കുന്നത് കണ്ടോ. വീണ്ടും അവൻ അഭിവാദ്യം അർപ്പിക്കുന്നു. ഇത്ര ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പം അഭിവാദ്യം അർപ്പിച്ചേക്കാന്ന് വെച്ചാൽ പാപ്പാൻ പറയാനൊന്നും അവൻ നോക്കിയില്ല. തൻ്റെ ആരാധകരെങ്ങനെയെന്ന് നോക്കി നിൽക്കുന്നൊരു കാഴ്ചയാണ്. ഇത്രയും വെയിലും ചൂടുമൊക്കെ ആയിട്ട് പോലും ഈ ഒരു ഗോപുരവാതിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച കാണാനായിട്ട് അതുപോലെ ആൾക്കാർ ഇവിടെ നിൽക്കുകയാണ്. അവൻ വീണ്ടും വീണ്ടും അഭിവാദ്യം ചെയ്യുകയാണ്. ഇനിയിപ്പോൾ താഴോട്ടങ്ങ് ഇറങ്ങി അങ്ങ് ചെല്ലും. വീണ്ടും ഒന്നുകൂടെ മുൻകാലം ഉയർത്തിയിട്ട് അങ്ങനെ ഇനി താഴോട്ട് പോവുകയാണ്. 22 ആനകളാണ് തിരുനക്കര പൂരത്തിന് വന്നിരിക്കുന്നത്. അതിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കിഴക്കേ ഗോപുരവാതിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാമ്പാടി രാജനാണ് കേട്ടോ ഒരു സൈഡിൽ തടം പേറ്റുന്നെങ്കിൽ മറു സൈഡിൽ തൃക്കടവൂർ ശിവരാജുമാണ് തടം പേറ്റുന്നത്. ഇതെല്ലാം പൂരം കാണാൻ വന്ന ആൾക്കാരാണ് കേട്ടോ. മൈതാനം നിറഞ്ഞ് നിൽക്കുകയാണ് ആൾക്കാർ. വീണ്ടും തൻ്റെ ആരാധകർക്ക് ഒന്നുകൂടെ അഭിവാദ്യം അർപ്പിക്കാനായിട്ട് അവനവിടെ നിൽക്കുകയാണ്. ഈ കാഴ്ചയൊക്കെ എന്ത് മനോഹരമായ കാഴ്ചകളാണല്ലേ. എല്ലാവരും ഒന്ന് നോക്കി ഇവിടം കൂടി അഭിവാദ്യം അർപ്പിച്ചിട്ടാണ് താഴോട്ടിറങ്ങി പോവുക. അതിന് നിൽക്കുന്ന ആരും നിപ്പാണ് ഈ കാണുന്നത്. നമുക്കിതൊക്കെ എത്ര കണ്ടാലും നമുക്ക് മതിയാകില്ലല്ലേ. എത്രയോ ആൾക്കാരാണ് ഈ കാഴ്ച കാണാൻ വന്ന് നിൽക്കുന്നത്. തിരുനക്കര പൂരം അടിപൊളിയായി. കണ്ടോ, ഒന്നുകൂടെ അഭിവാദ്യം അർപ്പിച്ച് ഇനി താഴോട്ടിറങ്ങി അങ്ങ് പോകും. അടിപൊളിയല്ലേ.